Morning all. Okay, അപ്പോൾ നമ്മൾ ഹൗസ് കീപ്പിംഗ് എന്ന് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതില് ഹോസ്പിറ്റൽ ചെക്ക് ലിസ്റ്റ്, ദെൻ ഹോസ്പിറ്റലിലെ ഓരോ സെക്ഷനിലെ ക്ലീനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ഫസ്റ്റ് വൺ നമ്മൾ ക്ലീനിങ് ഡ്യൂട്ടീസ്, പേഷ്യന്റ് റൂംസിന്റെ ക്ലീനിങ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ പേഷ്യന്റ് റൂം, ബാത്റൂം ക്ലീനിങ്, രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്. ഓർക്കുന്നുണ്ടോ? അവിടം വരെയിൽ നമ്മൾ നിർത്തിയത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, ടെർമിനൽ റൂം ക്ലീനിങ്. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ നമ്മൾ പറഞ്ഞില്ലല്ലോ, ബാത്റൂം ക്ലീനിങ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? ആണോ? ഓർമ്മയുണ്ട്? ആർക്കും ഓർമ്മയില്ല? ഓക്കെ, നോക്കാം ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ റൂം ക്ലീനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. Make firm that the patient has been discharged as room vacant. അല്ലേ? അതായത് പേഷ്യന്റ് റൂമിൽ ഡിസ്ചാർജ് ആയി, റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. മേക്ക് ഫേം എന്ന് വെച്ചാൽ എൻഷോർ എന്നുള്ളൊരു മീനിങ് ആണ്. ഉറപ്പുവരുത്തുക, പേഷ്യന്റ് റൂമിൽ നിന്ന് ഡിസ്ചാർജ് ആയി അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. Then perform hand hygiene, wear gloves. ഗ്ലൗസ് ആണ് കേട്ടോ. സീനാണോ കിടക്കുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഗ്ലൗസ് തന്നെയാണോ അല്ലെങ്കിൽ സീനാണോ കിടക്കുന്നത്? ഗ്ലൗസ് എന്നായിരിക്കും അല്ലെ? സീനാണോ? നോക്കി പെട്ടെന്ന്. വിയർ ഗ്ലൗസ് ആണോ സി ആണോ കിടക്കുന്നത്? ഗ്ലൗസ് എന്നാണോ? കറക്റ്റ് ആണോ? ഗ്ലൗസ് എന്നാണോ? ഗ്ലൗസ് ആണ് കേട്ടോ. ഇവിടെ ജി നാക്കാം. സി ഒന്ന് താഴെയോട്ടൊന്ന് വലിച്ചെഴുതി ഗ്ലൗസ് ജി നാക്കാം കേട്ടോ. ഗ്ലൗസ്. ഓക്കെ, തിരുത്തിയോ? ഗ്ലൗസ് ഇതാക്കിയോ? ഓക്കെ, പെർഫോം ഹാൻഡ് ഹൈജീൻ. അല്ലേ? നമ്മുടെ ഹാൻഡ് എപ്പോഴും ഹൈജീൻ ചെയ്യാം. വിയർ ഗ്ലൗസ്, ഗ്ലൗസ് ധരിക്കുക. പ്ലേസ് സേഫ്റ്റി സൈൻസ് ഔട്ട്സൈഡ് ദ ഡോർ. നമ്മൾ ആ റൂം ക്ലീൻ ചെയ്യുമ്പോൾ റൂമിന് പുറത്ത് ഒരു ബോർഡ്, സൈൻ ബോർഡ് വെക്കുക. അതിപ്പോ ക്ലീനിങ്ങെന്നോ അല്ലെങ്കിൽ പ്രവേശനം പാടില്ലാന്നോ അങ്ങനെയുള്ള ഒരു സൈൻ ബോർഡ് വെക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് ഡിസിൻഫെക്ട് മെട്രസ്, ടോപ്പ്, ബോട്ടം ആൻഡ് സൈഡ്സ്, റീപ്ലേസ് കവർ, ബെഡ് കവർ, പില്ലോ കവേഴ്സ്. മെട്രസ് എന്ന് വെച്ചാൽ ബെഡ്, ബെഡിന്റെ ടോപ്പിലും ബോട്ടം സൈഡും ഒക്കെ എന്ത് ചെയ്യുക? അത് വ്യക്തമാക്കണം. പേഷ്യന്റിന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ്. ദെൻ ബോട്ടം ടോപ്പും എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഡിസിൻഫെക്ട് ചെയ്യുക. ദെൻ ബെഡ് കവറും അതുപോലെ തന്നെ പില്ലോ കവേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുക. അല്ലെ? ഇപ്പൊ നമ്മള് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആക്കി കഴിയുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം ക്ലീൻ ചെയ്തിട്ട് ചേഞ്ച് ആക്കിയിട്ട് പുതിയ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ വിരിക്കും. നാലാമതായിട്ട് പറയുന്നത് വാക്യൂം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ടേൺ cushions, not stains or damage. വാക്യൂം ആൻഡ് വാക്യൂം ക്ലീനർ വെച്ചിട്ട് ഫർണിച്ചറും മറ്റൊക്കെ പോളിഷ് ഒക്കെ ചെയ്യുക. ടേൺ കുഷീൻസ്, കുഷീനൊക്കെ ഉണ്ടെങ്കിൽ കുഷീൻസിന്റെ നമ്മൾ കുഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കവറുകളും മറ്റും ചേഞ്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ് പാടുകളും അല്ലെങ്കിൽ ഡാമേജസ് ഒക്കെ ഉണ്ടോ ശ്രദ്ധിക്കുക. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, വീൽ ചെയറും അതുപോലെ തന്നെ IV പോൾസ് ഒക്കെ ഒന്ന് ക്ലീനും ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. IV പോൾ എന്ന് വെച്ചാൽ ഏതാണ്? മനസ്സിലായോ? IV പോൾസ് എന്ന് വെച്ചാല് നമ്മളെ ഗ്ലൂക്കോസിന്റെ സ്റ്റാൻഡ് ഉണ്ട് അല്ലേ? നമുക്ക് IV പോൾസ് സ്റ്റാൻഡ് ഉണ്ടാവില്ലേ? ആ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സാനിറ്റൈസ് ചെയ്യുക. ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസർ, സോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റീഫിൽ ചെയ്യുക. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്, വെറ്റ് മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. പേഷ്യൻസിന്റെ ബാത്റൂമും ക്ലീൻ ചെയ്യുക, മോപ്പൊക്കെ വെച്ചിട്ട് സാനിറ്റൈസ് ചെയ്യുക, ഫ്ലോർസുകളൊക്കെ തുടയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കിൽ വരുന്നത്. പോയിന്റ്സുകൾ നിങ്ങൾ മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, ഇതൊന്നും കാര്യം ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വായിക്കാം കേട്ടോ. വായിച്ചു നോക്കിയേ. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് എങ്ങനെയൊക്കെയാണ്? അപ്പോ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ടെർമിനൽ റൂം ക്ലീനിങ്ങിൽ മെയിൻ ആയിട്ട് പറയുന്നത്. വായിച്ചു നോക്കാം പോയിന്റ്സുകൾ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ഈ നെക്സ്റ്റ് വൺ നോക്കുന്നത് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. അപ്പൊ നമ്മള് പേഷ്യന്റിന്റെ റൂമും ബാത്റൂമും അതൊക്കെയാണ് പറഞ്ഞത്. ദെൻ ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയകളുടെ ഡെയിലി ഹൗസ് കീപ്പിംഗിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫേസ് contaminated by bodily fluids as per protocols. അല്ലെ, അതായത് ക്ലീനിങ്ങും ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അതായത് ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോട്ടോകോൾസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ അത് ക്ലീൻ ചെയ്യാം. ഇപ്പോ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്? ബോഡി ഫ്ലൂയിഡ്സ് എന്തൊക്കെയാണ് എക്സാമ്പിള്? ബ്ലഡ് അല്ലെ, പൾസ്, ബ്ലഡ്, സലൈവ, അങ്ങനെയുള്ള നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോട്ടോകോൾസ് അനുസരിച്ച് അണുമുക്തമാക്കാം, ക്ലീൻ ചെയ്തിട്ട് അണുമുക്തമാക്കാം. Reinstate sharp containers when 3/4 full. Reinstate എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? റീഫിൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാതെ. ഇപ്പൊ വേസ്റ്റ് ബാസ്കറ്റ് 3/4 മുക്കാൽ ഭാഗം ആകുമ്പോഴേക്കും അതിനെ എന്ത് ചെയ്യുക? അത് മാറ്റിക്കൊണ്ട് പുതിയൊരു വേസ്റ്റ് ബിൻ വെക്കുകയാണ്. നിറഞ്ഞിട്ട് അവിടെ പുറത്തേക്ക് പോകാതെ കണ്ടെയ്നേഴ്സ് ഒക്കെ 3/4 ആകുമ്പോഴേക്കും അതിനെ ചേഞ്ച് ചെയ്യുക, റീപ്ലേസ് ചെയ്യും. Confirm floors are free of debris and tripping hazards. അല്ലെ, അതായത് കൺഫേം ഫ്ലോർസ് ആർ ഫ്രീ ഓഫ് ഡിബ്രിസ്. ഡിബ്രിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്ലോറില് അവശിഷ്ടങ്ങളൊന്നും ഇല്ല, ഇപ്പൊ ഫുഡിന്റെ വേസ്റ്റുകളോ മറ്റ് ചവറുകളോ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ട്രിപ്പിംഗ് ഹസാർഡ്സ് അല്ലെ, അതായത് എന്താണ്? ട്രിപ്പിംഗ് അപകടങ്ങളൊന്നും, ട്രിപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തെങ്കിലും ഇതുപോലത്തെ വേണ്ടി അങ്ങനെയുള്ള അപകടങ്ങളൊന്നും വരാത്ത രീതിയിൽ ഉറപ്പാക്കുക, കൺഫേം ചെയ്യുകയാണ്. അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തട്ടി വീഴാനും മറ്റു ചാൻസ് ഉണ്ട് അല്ലേ? സോ അങ്ങനെ അവശിഷ്ടങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹസാർഡ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. ഇമ്മീഡിയറ്റ്ലി ക്ലീൻ ഔട്ട് പീസ് ഓഫ് ഫ്ലോർസ് ആൻഡ് ഫർണിച്ചറും അതുപോലെ ഫ്ലോർസ് ഒക്കെ എവിടെയെങ്കിലും ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. Keep an eye on the personal belongings left by patient and visitors. പേഷ്യൻസിനും വിസിറ്റേഴ്സിനും എന്തെങ്കിലും വസ്തുക്കളൊക്കെ താഴെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം, എന്നിട്ട് അവർക്ക് എടുത്ത് കൊടുക്കാം. Coordinate cleaning efforts with the cafeteria staff. Wipe and sanitize table and chairs. കോർഡിനേറ്റ് ചെയ്യാണ് കഫ്റ്റീരിയ സ്റ്റാഫുമായിട്ട്. കഫ്റ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കഫ്റ്റീരിയ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിനുള്ളിൽ, കഫ്റ്റീരിയ. സോ അവിടെയുള്ള പേഴ്സണൽ സ്റ്റാഫുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. ടേബിളും ചെയർസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മീൻസ് തുടച്ച് സാനിറ്റൈസ് ഒക്കെ ചെയ്തൊന്ന് വൃത്തിയാക്കുക. ഏഴാമതായിട്ട് പറയുന്നത് ചെക്ക് സ്റ്റോറേജ് ഏരിയ ഫോർ cleanliness and signs of insect or rodents. Storage area, hospital storage area clean ആക്കുക. Then signs of insects or rodents. Rodents എന്താണ്? Rodents എലി അല്ലേ, റാറ്റ്. ഇപ്പോ നമുക്കറിയാം സ്റ്റോറേജ് റൂമിലൊക്കെ ആണെങ്കിൽ ഇൻസെക്ട്സുകളും മറ്റു പ്രാണികളും അല്ലെങ്കിൽ എലിശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടേക്ക് എന്ത് ചെയ്യുക? സാനിറ്റൈസ് ചെയ്ത് അണുമുക്തമാക്കുക. Apply highly stringent cleaning and sanitizing procedure to avoid the spread of germs and bacteria. അതായത് എന്താണ് പറയുന്നത്? stringent എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടും ക്ലീനിങ്ങും സാനിറ്റൈസും പ്രൊസീജിയർ ചെയ്യുക. എന്തിനു വേണ്ടി? സ്പ്രെഡ് ഓഫ് ജംസ്, അണുക്കൾ സ്പ്രെഡ് ചെയ്യുന്നതും ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്നതിനെയും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള ഒരു ക്ലീനിങ് സാനിറ്റൈസിങ് പ്രൊസീജിയർ കൃത്യമായിട്ടും ചെയ്യുകയാണ്. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാനും അതുപോലെ അണുക്കൾ ബാക്ടീരിയയും ജംസ് ഒന്നും സ്പ്രെഡ് ആവാതിരിക്കാനും നമ്മൾ കർശനമായിട്ട് തന്നെ പ്രൊസീജിയേഴ്സ്, അതായത് മോപ്പിങ്ങും അതുപോലെ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് ക്ലീനിങ് പ്രോസസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡെയിലി ഹൗസ് കീപ്പിംഗ്. ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയകൾ, അതായത് ഇപ്പോൾ സ്റ്റോറേജ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു, അങ്ങനെയുള്ള മറ്റ് ഏരിയയിലുള്ള ഡെയിലി ഹൗസ് കീപ്പിംഗിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആണോ? പോയിന്റ്സുകള് ഇത് വായിച്ചു നോക്കാം കേട്ടോ, മനസ്സിലാക്കി വായിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓരോ പോയിന്റും മനസ്സിലാക്കി വായിച്ചു നോക്കാം.
സെക്കൻഡ് പോയിന്റ് അതായത് restaged ഷാർപ്പ് കണ്ടെയ്നേഴ്സ് when 3/4 full. അതായത് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, കണ്ടെയ്നർ തന്നെ ഷാർപ്പ് വേസ്റ്റുകളൊക്കെ ഇടുന്ന കണ്ടെയ്നറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് 1/4 3/4 ആകുമ്പോഴേക്കും അതിന് നമ്മൾ റീസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യാതെ മാറ്റിയിട്ട് പുതിയ ബിൻ വെക്കാണ്. അത് നിറഞ്ഞു കവിഞ്ഞ് ആകാതെ 1/4 ആകുമ്പോഴേക്കും അത് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഷാർപ്പ് വേസ്റ്റുകളൊക്കെ ഇടുമ്പോഴേ അതിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഇറങ്ങി ബാക്കി തറയിലോട്ടൊക്കെ വീഴാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു 1/4 ആകുമ്പോഴേക്കും അത് റീപ്ലേസ് ചെയ്യുക. ഡ്രോട്ട്ലെസ് എന്ന് വെച്ചാൽ എലികളുടെ ശല്യം. ഇപ്പൊ സ്റ്റോറേജ് റൂമിലൊക്കെ നമ്മള് എന്താ പറയാ എലികളും ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ഇൻസെക്ട്സുകളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ പാറ്റ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പാറ്റ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അതിനെയൊക്കെ നമ്മൾ നീക്കം ചെയ്യാറ്. സാനിറ്റൈസർ ഒക്കെ വെച്ചൊക്കെ അവിടെ ക്ലീൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. അതായത് ഒരു നമ്മൾ പ്രോപ്പർട്ടീസ്, അതായത് നമ്മൾ ഒരു ഐഡിയൽ ഡിസിൻഫെക്ഷൻ അണുമുക്തമാക്കാനായിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ മാർക്കുകളൊക്കെയാണ് നോക്കുന്നത്. should have an extensive antimicrobial spectrum. എന്താ antimicrobial spectrum ഉദ്ദേശിക്കുന്നത്? അതായത് സൂക്ഷ്മാണുക്കൾ ഉണ്ടല്ലോ, ഇതുപോലെ ബാക്ടീരിയ, ജംസ് അങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളെ കൊല്ലുകയോ അല്ലെങ്കിൽ അതിനെ അണുവിമുക്തമാക്കുക, വിപുലീകരണമായിട്ടുള്ള ഒരു രീതിയിൽ അവരെ നശിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുക. should produce septic killer. പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെട്ടെന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കണം. അതായത് നശിപ്പിച്ച് കളയുന്ന പക്ഷെ അവരെ പൂർണ്ണമായിട്ട് അവർക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയിലുള്ള സെപ്റ്റിക് കില്ലായിരിക്കണം. should be working in a presence of organic matter. Example, blood, sputum, feces and compatible with soap, detergent and other chemical contained in use. നമ്മളിപ്പോ എന്താണ് ഓർഗാനിക് മാറ്റർ, അതായത് ഇപ്പോൾ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഇപ്പോ ബ്ലഡ്, ഫീസസ്, അതായത് പല പ്രോട്ടീൻസുകളൊക്കെ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ കെമിക്കൽ എൻകൗണ്ടർഡ് യൂസ്, മറ്റേതെങ്കിലും നമ്മളാണ് മുക്തമാക്കുന്ന സാനിറ്റൈസർ പോലുള്ള ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ള ബ്ലഡും മറ്റും കൈകാര്യം ചെയ്യുമ്പോൾ. സ്പുട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഫം അങ്ങനെയുള്ളതില്ലേ, കഫം അതുപോലെ തന്നെ നമ്മള് യൂറിനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. should not be dangerous to the user of the patient. ഇനി പേഷ്യൻസിന് എന്താണ് ഡേഞ്ചറസ് വരുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല ഒരു വസ്തുക്കളും. ഇപ്പൊ നമ്മള് ഇപ്പോ എന്തെങ്കിലും സൂക്ഷ്മാണുക്കളെയൊക്കെ നശിപ്പിക്കാനൊക്കെ കൊതുകിനെയൊക്കെ കൊല്ലാനൊക്കെ ആണെങ്കിലുള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും അത് പേഷ്യന്റിന് ദോഷം അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഉപയോഗിക്കുവാൻ. should not corrode instruments and metallic surface and should not cause the destruction of cloth, rubber, plastic and other materials. അതായത് എന്താണ് corrode എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് should not corrode instruments. അതായത് നമ്മള് തുരുപ്പെടുത്ത ഉപകരണങ്ങൾ, അതായത് ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കപ്പെടാൻ പാടില്ല, തുരുപ്പെടുത്തു പോകാതെയും. അതുപോലെ തന്നെ എന്താ പറയുന്നത് മീൻസ് അതുപോലെ നമ്മളിപ്പോ ഡിസ്ട്രക്ഷൻസ്, ക്ലോത്ത്, തുണികളൊന്നും നശിച്ചു പോകാൻ പാടില്ല. അതുപോലെ തന്നെ റബ്ബർ, പ്ലാസ്റ്റിക് മെറ്റീരിയൽസും, അതായത് നമ്മൾ എന്തെങ്കിലും കെമിക്കലൊക്കെ തളിക്കുകയാണെങ്കിൽ നമ്മള് തുണികളിൽ തന്നെ ഇതുപോലെ എക്സാമ്പിൾ പറയാൻ കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ഈ യൂസ് ചെയ്യുമ്പോൾ അത് മറ്റതിനൊന്നും നാശം സംഭവിക്കാൻ പാടില്ലാണ്. ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് തുണികള് ചിലപ്പോൾ ദ്രവിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്.
അതുപോലെ റബ്ബർ ആയാലും പ്ലാസ്റ്റിക് ആയാലും മറ്റു മെറ്റീരിയൽ ഒക്കെ നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോ എക്യുപ്മെന്റ്സ് ഒക്കെ എല്ലാം നമ്മൾ സാനിറ്റൈസ് ഒക്കെ ചെയ്യുമ്പോൾ തുരു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. തുരു പിടിക്കാത്ത രീതിയിലും അതുപോലെ തന്നെ ഇപ്പൊ ക്ലോത്ത് ഒക്കെ ആണെങ്കിലും നശിച്ചു പോകാത്ത രീതിയിലൊക്കെ ഉപയോഗിക്കാം. Should have a continuous order or no order to facilitate its routine use. അതായത് എന്താണ് ഇതിലേക്കുള്ള നമ്മളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ സാനിറ്റൈസറും മറ്റൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു കൺജീനിയൽ ഓർഡർ, അതായത് ഒരു നല്ലൊരു ഓർഡർ എന്ന് വെച്ചാൽ അറിയാമോ, സ്മെല്ല്, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ സ്മെൽ, അതായത് ഈ സ്മെല്ല് അല്ലെങ്കിൽ സ്മെല്ലില്ലാത്തതായിരിക്കണം, അല്ലെങ്കിൽ അത് നല്ല സ്മെല്ലുള്ളതായിരിക്കണം. ചില ഇപ്പോൾ ഡിറ്റർജന്റ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഫ്ലോർ കിടക്കുന്ന മറ്റേതെങ്കിലും ലിക്വിഡ് ഒക്കെ ആണെങ്കിലും ചിലത് നമുക്ക് ഒട്ടും പറ്റില്ല, ചിലവർക്ക് അതിന്റെ സ്മെല്ല് പിടിക്കില്ല. ഇനിയില്ലേ ചില ഐറ്റംസുകൾ ചിലവർക്ക് അതിന്റെ ഭയങ്കര നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്മെല്ലുകളൊക്കെ ആയിരിക്കാം, ചിലവർക്ക് കുത്തുമണമെന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സോ അല്ലെങ്കിൽ നല്ല സ്മെല്ലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മെല്ലില്ലാത്തത് കൊടുക്കാം. ഷുഡ് നോട്ട് ബി പ്രൊഫിറ്റബിലിറ്റി ഹൈ ഇൻ കോസ്റ്റ്. അതായത് ഷുഡ് നോട്ട് ബി പ്രൊഫിറ്റബിലിറ്റി ഹൈ കോസ്റ്റ്, അതായത് ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു കോസ്റ്റിനായിരിക്കണം. ഒരുപാട് കോസ്റ്റുള്ള ഐറ്റംസ് അല്ല, ഒരു പ്രൊഫിറ്റബിലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയന്ത്രിതമായിട്ടുള്ള കോസ്റ്റിലുള്ള ഐറ്റംസുകൾ ഉപയോഗിക്കാം. ഷുഡ് ബി സോല്യൂബിൾ ആസ് വാട്ടർ, അതുപോലെ തന്നെ വെള്ളത്തിൽ ലയിപ്പിക്കാവുന്ന തരത്തിലുള്ള ഡിറ്റർജൻസും അങ്ങനെയുള്ള കെമിക്കൽസ് ഉപയോഗിക്കാം. ഡയറക്റ്റ് ഉപയോഗിക്കാത്ത രീതിയിൽ വെള്ളത്തിലൊക്കെ നമ്മൾ സോല്യൂബിൾ ആയിട്ടുള്ള ലയിക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് ഉപയോഗിക്കുക. ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഡൈലൂഷൻ, കൃത്യമായിട്ടുള്ള രീതിയിൽ ഡൈല്യൂട്ട് ഒക്കെ ചെയ്തിട്ട് ഉപയോഗിക്കുക. ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്, ക്ലീനിങ്ങിനായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടീസുകൾ ഉപയോഗിക്കണം. Then should not have the environment of disposal. ഇനി നമ്മൾ ഡിസ്പോസൽ ചെയ്യുമ്പോൾ ഇപ്പോ വേസ്റ്റുകളും അല്ലെങ്കിൽ അതുപോലെ അണുനശീകരണമൊക്കെ ചെയ്യുമ്പോൾ എൻവയോൺമെന്റിനെ ഹാനികരമാവുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. ഇത്രയുമാണ് ജസ്റ്റ് നമ്മൾ അണുനശീകരണം അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ വായിച്ചു നോക്കാട്ട് പോയിന്റുകളാണ്. ഇത് മനസ്സിലാക്കി പഠിച്ചാൽ മതി നിങ്ങൾ. ഇത് വൈകാണ്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അതായത് നമ്മള് റൊട്ടീൻ യൂസിന് ഉപയോഗിക്കുന്ന വസ്തുക്കള് ഒന്നില്ലെങ്കിൽ എന്താണ് നല്ല സ്മെല്ലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കാണ്, അല്ലെങ്കിൽ സ്മെൽ ഇല്ലാത്തത് ഉപയോഗിക്കാം. അത് ഓവറായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സ്മെല്ലുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കാം. കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സ് വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ചലഞ്ചസ് അല്ലെ, നമുക്കറിയാം
ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് കുറെ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ പഠിച്ചു എന്താ ലോണ്ടറിയിൽ നമ്മൾ പഠിച്ചപ്പോൾ അവിടെയും ചലഞ്ചസുകൾ ഉണ്ട്. ക്ലിയർ? ഇവിടെ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗിലും അവര് നേരിടുന്ന വെല്ലുവിളികളാണ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സെയിം ആ പോയിന്റ് തന്നെ ഒന്ന് ബൈക്കാട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാറില്ല. ചലഞ്ചസിന്റെ പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒന്ന് സ്റ്റാർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം കേട്ടോ. ചലഞ്ചസ് ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് നേരിടുന്ന ചലഞ്ചസുകൾ. കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി. ഇല്ലേ? അതായത് ഹൗസ് കീപ്പിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി ആയിട്ടാണെന്ന്. അല്ലേ? ആണോ? അവിടെ മുൻഗണന കൊടുക്കാറുണ്ടോ ഹൗസ് കീപ്പിങ്ങിന്? ഈ ക്ലിനിക്കിന് അതിനൊക്കെ മുൻഗണന കൊടുക്കാറുണ്ടോ? പ്രയോറിറ്റി വളരെ ലോ ആയിട്ടാണ് കൊടുക്കുന്നത്. അല്ലേ? അപ്പൊ അതൊരു ചലഞ്ചസ് ആണ്. അവർക്ക് കുറച്ച് മുൻഗണന കൊടുക്കണം. കാരണം ഹോസ്പിറ്റലിലെ ഏറ്റവും ആദ്യം വേണ്ടുന്ന ഒരു കാര്യം ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അല്ലേ? നമ്മള് ചാപ്റ്ററിൽ ഫസ്റ്റ് തുടക്കത്തിൽ പഠിച്ചു. ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ പേഷ്യൻസിന്റെ അസുഖം പകുതി മരുന്നിനേക്കാളധികം ഭേദമാകുന്നതാണ്. സോ അവർക്ക് കുറച്ചുകൂടി ഒരു മുൻഗണന കൊടുക്കാം. അപ്പൊ കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി, ഒരു താഴ്ന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതൊരു വെല്ലുവിളി തന്നെയാണ്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതികൾ. അല്ലെ? പലപ്പോഴും ചിലപ്പോ ഹൗസ് കീപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവില്ല. അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറെ പരിമിതികളൊക്കെ ഉണ്ട്. മാൻ പവർ ഷോർട്ടേജ്, മനുഷ്യ ശേഷിക്കുറവ്. അതായത് ചിലപ്പോ വർക്കേഴ്സിന്റെ അഭാവം ഉണ്ടാകും. അല്ലേ? ചിലപ്പോ വർക്കേഴ്സിനെ കിട്ടില്ല. ആ ഒരു നിസ്സാര ശമ്പളത്തിന് ചിലപ്പോ തുച്ഛമായിട്ടുള്ള സാലറി ഒക്കെ ഉണ്ടെങ്കിലും എന്താ സ്റ്റാഫുകളുടെ കുറവുണ്ടാകും. അൺവില്ലിംഗ് സൂപ്പർവിഷൻ, അൺവില്ലിംഗ് ഇഷ്ടമില്ലാത്തൊരു മേൽനോട്ടം, അതായത് സൂപ്പർവിഷൻ ചെയ്യാനായിട്ട് വ്യക്തികളുടെ കുറവ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിലും അവരുടെ ഓരോ സൂപ്പർവൈസർമാരുണ്ടാകും. അല്ലേ? ഇപ്പോ ലോണ്ടറിന്റെ ആണെങ്കിൽ അവരൊരു വ്യക്തി സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ വർക്കുകളൊക്കെ മുഖ്യമാണോ അതൊക്കെ അത് സൂപ്പർവൈസ് ചെയ്യും. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സർവീസസിലും സൂപ്പർവൈസ് ഒക്കെ ചെയ്യാനായിട്ട് വ്യക്തി ഉണ്ടായിരിക്കണം. സോ അവരുടെ ഒരു അൺവില്ലിംഗ് സൂപ്പർവിഷൻ, അതായത് വ്യക്തികള് ഒരു അൺവില്ലിംഗ് ആണെന്ന്, അതായത് സൂപ്പർവിഷൻ അൺവില്ലിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ളത്, ഇഷ്ടമില്ലാത്ത ഒരു രീതിയിലുള്ളൊരു സൂപ്പർവിഷൻ ചെയ്യുന്നത്. കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്, കോൺഫ്ലിക്ട്സുകൾ, അതായത് എന്താണ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സംഘർഷങ്ങൾ, ചിലപ്പോൾ സ്റ്റാഫുകൾക്കിടയിലുള്ള പ്രശ്നങ്ങള്, മാനേജ്മെന്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും, മറ്റ് ഇന്ററപ്ഷൻസുകൾ, മറ്റ് തടസ്സങ്ങള്. വേസ്റ്റേജ്, തെഫ്റ്റ് ചെയ്യാന്ന് വെച്ചാല് മോഷണം പോവുക. അല്ലെ? അതായത് വസ്തുക്കൾ ചിലപ്പോ നമ്മുടെ സപ്ലൈസുകളോ അങ്ങനെ എന്തെങ്കിലും മോഷണം പോവുക. അതുപോലെ തന്നെ പാഴാക്കല്, ഓവറായിട്ട് ലിക്വിഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീനിങ് ആയിട്ടുണ്ടെങ്കിലും സാനിറ്റൈസ് ഒക്കെ ആണെങ്കിലും ഓവറായിട്ടുള്ള വേസ്റ്റേജുകളൊക്കെ സംഭവിക്കും. ഓക്കെ, ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റലിൽ ഹൗസ് കീപ്പിംഗ് സർവീസസിൽ നേരിടുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. കൺസിഡേർഡ് ആസ് ലോ പ്രയോർ ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, മാൻ പവർ ഷോർട്ടേജ്, അൺവില്ലിംഗ് സൂപ്പർവിഷൻ, ലാക്ക് ഓഫ് അവയർനെസ്. അത് വിട്ടുപോയെന്ന് തോന്നുന്നു, പറഞ്ഞില്ലാന്ന് തോന്നുന്നു അല്ലെ? അവയർനെസ്, ചിലപ്പോ ചില കാര്യങ്ങൾക്ക് അവബോധമില്ലായ്മ, അറിവില്ലായ്മകൾ. Conflicts and interruptions, theft and wastages. ഇത് വായിച്ചു നോക്കുക, അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ഒന്ന് സ്റ്റാർ പോയിന്റ് ഇട്ടേക്കാം. ചലഞ്ചസ് എക്സാം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഒന്ന് പഠിച്ചു വെക്കണേ. പോയിന്റ്സുകൾ മാത്രം പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, പേരുകൾ മാത്രം നോക്കി വെക്കാം. ആ പോയിന്റുകൾ ചലഞ്ചസ് ഒരു 5 ടൈംസ് ഒന്ന് വായിച്ചു നോക്കാം ചലഞ്ചസ്. അപ്പോഴേ നിങ്ങൾ അത് പഠിക്കും. 5 ടൈംസ് വായിക്കാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ 5 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ അതിലുള്ള മാക്സിമം പോയിന്റ്സുകൾ നമ്മുടെ മനസ്സിലോട്ട് കയറും. ഓക്കെ, വായിച്ചു.
5 times വായിക്കാം കേട്ടോ. വായിക്കുമ്പോൾ പഠിക്കുകയും കൂടി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വായിക്കാൻ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ആ സെക്ഷൻ ചലഞ്ചസ്. ഓക്കെ, വായിച്ചോ? പഠിച്ചോ? ചലഞ്ചസ് 5 പ്രാവശ്യം വായിച്ചപ്പോൾ കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. ഈ ഒരു ഹൗസ് കീപ്പിംഗ് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇപ്പോൾ ഹൗസ് കീപ്പിംഗിന്റെ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഓർ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇത് വൈകാട്ട് എങ്കിലും മനസ്സിലാക്കി പഠിച്ചിരിക്കുക. ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? First one, monitor all the daily operations of housekeeping department. Containing the cleanliness of all rooms, public area every day. Monitor ചെയ്യാവുന്ന ഹോസ്പിറ്റലിലെ ഡെയിലി ഓപ്പറേഷൻസ്, എല്ലാ പ്രവർത്തനങ്ങളെയും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഡെയിലിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യണം. അതിനകത്ത് വരുന്നത് ക്ലീൻലിനെസ് ഓഫ് ഓൾ റൂംസ് ആൻഡ് പബ്ലിക് ഏരിയ എവറി ഡേ. നമ്മള് പബ്ലിക് ഇടപെടുന്ന ഓരോ സ്പേസസുകളും മറ്റ് ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകളും എല്ലാ ദിവസത്തിലും അത് മോണിറ്റർ ചെയ്യണം. അവരവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടോ, അവിടെ വൃത്തിയാണോ ഇട്ടാണോ വന്ന് ചെക്ക് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. സെക്കൻഡ് വൺ പറയുന്നത് ലീവ്, ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ടു സ്റ്റിക്ക് ടു ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് cleanliness and customer confidence. ഇതാണ് പറയുന്നത് ലീഡ്, ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അതായത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ലീഡ് ചെയ്യുക, ഹയർ ചെയ്യുക, നിയമിക്കുക, ആൻഡ് ട്രെയിൻ, അവർക്ക് ട്രെയിൻ ചെയ്യുക. എന്തിനു വേണ്ടി? ശുചിത്വത്തിലേക്കും ഹൈ സ്റ്റാൻഡേർഡ് അല്ലെ, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലീൻലിനെസ് ആൻഡ് കസ്റ്റമർ കോൺഫിഡൻസ്. കസ്റ്റമർ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് സംതൃപ്തി. അതായത് ഹൗസ് കീപ്പിംഗുകാരെ ശുചിത്വത്തിലേക്കും അതുപോലെ തന്നെ ഉപഭോക്തൃ സംതൃപ്തിയിലേക്കും നയിക്കണം. അതായത് വരുന്ന പേഷ്യൻസിന് സംതൃപ്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്ലീൻലിനെസ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് സ്റ്റാഫുകൾക്ക് കൊടുക്കുക. പേഷ്യന്റിന് സംതൃപ്തി വരാനായിട്ട് നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ ക്ലീനപ്പ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്സുകൾ കാര്യങ്ങൾ കൊടുക്കുക. സ്റ്റാഫുകളെയൊക്കെ നിയമിക്കുക, അവരെ ട്രെയിനിങ്സ് കൊടുക്കുക, ലീഡ് ചെയ്യുക. മൂന്നാമതായിട്ട് പറയുന്നത് സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, ടേക്ക് ഇൻവെന്ററി ആൻഡ് make sure that of adequate cleaning supplies. സൂപ്പർവൈസ് ചെയ്യാതെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റിന്, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവിടേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ വരവും കണക്കുകളും അതുപോലെ എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. ടേക്ക് ഇൻവെന്ററി, ഇൻവെന്ററി എടുക്കാവുന്ന, അതായത് വിലവിവര കണക്കുകളൊക്കെ എടുക്കാം. ഓരോ സാധനങ്ങൾ എത്രത്തോളം വാങ്ങിക്കാനുണ്ട് അതിന്റെ വിലവിവര കണക്കുകൾ എടുക്കുക. And make sure that of adequate cleaning supplies, ആവശ്യമായിട്ടുള്ള ക്ലീനിങ് വസ്തുതകൾ, അതായത് ലിക്വിഡ്സുകളും ഡിറ്റർജൻസുകളും ഇതെല്ലാം ആവശ്യത്തിനായിട്ടുള്ള വസ്തുക്കൾ അവിടെ ഉറപ്പുവരുത്തുക. ഫസ്റ്റ് 3 പോയിന്റ് ആണ് നമ്മൾ വായിച്ചത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 3 പോയിന്റ് ആണ് വായിച്ചു നോക്കി. ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി. 3 പോയിന്റ് ക്ലിയർ ചെയ്തിട്ട് അടുത്ത 3 പോയിന്റ് വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് 3 ക്ലിയർ ആണല്ലോ. ഓക്കെ ആണോ? ലാസ്റ്റ് നമുക്ക് കൂടി ടോട്ടൽ ചെയ്ത് വായിക്കാം കേട്ടോ. ഡോക്യുമെന്റ് ഏരിയാസ് ക്ലീൻ ബൈ
housekeeping attendants and report any problems such as room damage or maintenance request to front office. Documents area cleaned by housekeeping attendants. Like housekeeping attendants, the document area clean cheyyanam. Then any problem such as ipo roomil endekkum damage ullake undengilo allengil endekkum maintenance ullake undengilo adu front office departmentine ariyikkuka. Then make sure that all cleaning equipment is in proper working condition and make arrangement for repair as needed. ഇനി ക്ലീനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എക്യുപ്മെന്റ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വാക്യൂം ക്ലീനറോ അങ്ങനെയുള്ള എന്തെങ്കിലും ക്ലീനിങ് എക്യുപ്മെന്റ്സ് ഇതെല്ലാം പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് ഉറപ്പുവരുത്തുക. മേ ബി എന്തെങ്കിലും അറേഞ്ച്മെന്റ്സോ അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പയർസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ റിപ്പയർ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ്റെയിൻ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിനായിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്തു കൊടുക്കുക. Recommended services improvements to the management. മാനേജ്മെന്റിന് എന്തെങ്കിലും സേവനങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാതെ ശുപാർശകളൊക്കെ ചെയ്തു കൊടുക്കുക. Then make sure that compliance with the safety and sanitation policies. അതായത് സേഫ് ആയിട്ടും അതുപോലെ സാനിറ്റേഷൻ പോളിസിയൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ക്ലീനിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ സാനിറ്റേഷൻ ഒക്കെ അവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാഫുകൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. Establish standard and procedure for work. ജോലിയുടെ മാനദണ്ഡങ്ങളും നടപടികളും തമ്മിൽ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പൊ ഗ്ലൗസ് ഒക്കെ ധരിക്കുന്നുണ്ടെന്ന് സാനിറ്റൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂൾസ്. ജോലികളുടെ എന്താണ് സ്റ്റാഫുകൾക്കുള്ള ടൈം ഷെഡ്യൂളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക തയ്യാറാക്കുന്നത് ഹൗസ് കീപ്പിംഗ് മാനേജറാണ്. ഓക്കെ, ലാസ്റ്റത്തെ 4 പോയിന്റ് കൂടി ഒന്ന് വായിച്ചു നോക്കിയിട്ട് ടോട്ടൽ ചെയ്ത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി വായിക്കാം. വായിച്ചോളൂ. ഡോക്യുമെന്റ് തുടങ്ങി 6 പോയിന്റ് അല്ലേ, 6 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡോക്യുമെന്റ് തുടങ്ങിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ വായിക്കാൻ പറഞ്ഞത്. ഇത് നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് വായിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? Then ഇപ്പൊ നമ്മൾ നോക്കിയത് ഹൗസ് കീപ്പിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ടോട്ടല് വായിക്കുന്നതാണ്. Then നോക്കാം. Monitor all the daily operations of housekeeping department containing cleanliness of all rooms and public area every day. Lead, hire and train housekeeping staff to stick to high standard of cleanliness and customer condiment. Supervise the housekeeping department budget, take inventory and make sure that of adequate cleaning supplies. Document areas cleaned by housekeeping attendants and report any problem such as room damages or maintenance requests to the front office. Make sure that all cleaning equipment is in proper working condition and make arrangement for repairs as needed.
recommended services improvement to the management, make sure that compliance with the safety and sanitation policies, establish standard procedure for work, create staffing schedules. ഓക്കെ, ഇത്രയുമാണ് ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മളുടെ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, നല്ല ചാപ്റ്റർ ആയിരുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ട് തോന്നിയ ഒരു ചാപ്റ്റർ? അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് സർവീസസുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആണോ? വ്യത്യാസമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് എല്ലാവരും ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം, പെട്ടെന്നൊന്ന് നോക്കാം കേട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരു വട്ടം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് പ്രത്യേകം വായിക്കാം. ഓക്കെ, വായിച്ചു എല്ലാവരും ഹൗസ് കീപ്പിംഗ് സർവീസസ് വിളിക്കുന്ന ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയില്ല എല്ലാവരും? ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗിന് പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു? എൻവിയോൺമെന്റൽ സർവീസസ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് നോക്കാം. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നോൺ പ്രൈം ഏരിയ ആണ്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പോയിന്റ്സുകൾ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഓർഗാനോഗ്രാമില് 3 നമ്മൾ പറയുന്നത്. ദെൻ ഫങ്ഷൻസ്,
ആ ഹെഡിങ്ങുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. ദെൻ ടൈപ്സ്, എലമെന്റ്സ്, ഇൻ ഹൗസ് സർവീസസും ഔട്ട്സോഴ്സ് സർവീസസും എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, ടേബിൾ ഒന്ന് പഠിച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്തിട്ട് പഠിച്ചു കൊടുക്കുക. ദെൻ ഔട്ട്കംസ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ഔട്ട്കംസുകൾ എന്തൊക്കെയാണ്, പോയിന്റ്സുകൾ നോക്കാം. ദെൻ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് ഓർത്ത് വെക്കണം. ദെൻ ഓരോ സെക്ഷനിലുള്ള ക്ലീനിങ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ, അതും ഒന്ന് നോക്കാം. ദെൻ ചലഞ്ചസ് ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് വൺ ഹൗസ് കീപ്പിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ക്ലിയർ ആണോ? ചാപ്റ്റർ ഓക്കെ ആണോ? ദെൻ ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് അപ്പോ ഇനി നമ്മള് നെക്സ്റ്റ് മിസ്സിന്റെ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ചാപ്റ്റർ കൂടി, അതായത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എടുക്കാനുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക്. ഓക്കെ, എടുത്തിട്ടില്ല ഈ ഒരു ചാപ്റ്റർ? എടുത്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എടുത്തിട്ടുണ്ട് തോന്നുന്നു അല്ലെ. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക്, അതായത് നമുക്കറിയാം ഇന്ന് ഹോസ്പിറ്റൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കൂടുതലായിട്ടും നമുക്കറിയാം ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഇല്ല ഇപ്പൊ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആണെങ്കിലും എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഫാർമസിയിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെയും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും അല്ലെ. സോ ഒരു ഹോസ്പിറ്റലിൽ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു 2 മിസ്സുമാരായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. അപ്പോ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങില് വന്ദന മിസ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തരുന്നത്. ഓക്കെ, എളുപ്പമാണ്, സിമ്പിൾ ആണ്. കാരണം അത്യാവശ്യം നമ്മള് ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ഹോസ്പിറ്റൽ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. കൂടുതലായിട്ട് വലിയ കമ്പ്യൂട്ടറിന്റെ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ലാണ്ട് പറയുന്നത്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. സോ അപ്പോ മിസ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ആണോ? ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ എത്രയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യാം. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റംസ്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചികിത്സാപരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്ന ഇൻഫോർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോ അവിടെ തുടങ്ങിയാണ് മിസ് എടുക്കാൻ പോകുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ വന്ദന മിസ് അടുത്ത ദിവസം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇനി? ഓക്കെ, 2 സെക്ഷൻ ആയിട്ട് 2 മിസ്സുമാരാണ് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഫസ്റ്റ് സെക്ഷൻ വന്ദന മിസ് ആയിരിക്കും എടുത്തു തരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് സ്റ്റാർട്ട് ചെയ്യും. കൺഫ്യൂഷൻ ഒന്നും വരേണ്ട കാര്യമില്ല. കാരണം കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിങ്ങൾ ഡോക്ടറുടെ റൂമിൽ ചെല്ലുമ്പോൾ ഡോക്ടറുടെ റൂമിലും കമ്പ്യൂട്ടർ ഉണ്ടാകും. പഴയ പോലെ ചാർട്ടോ റെക്കോർഡ്സ് ഒന്നും അല്ല അല്ലെ, എല്ലാം കമ്പ്യൂട്ടറിൽ തന്നെയാണ്. സോ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അതില് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഏതിട്ടേക്കണം കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മള് ഏതെങ്കിലും ചാപ്റ്ററുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെ കുറിച്ച്. കേട്ടിട്ടുണ്ടോ? EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കേട്ടിട്ടുണ്ടോ? ഫുൾ ഫോം എങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സെക്കൻഡ് വൺ പറയുന്നത് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം, ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS ഓർ LIS എന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. LIS കേട്ടിട്ടുണ്ടോ? ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, രണ്ടാമതായിട്ട് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് പഠിക്കാൻ പോകുന്നത്. ദെൻ അടുത്തത് റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം RIS. ദെൻ നാലാമതായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി CPOE. ഇത് ഓരോ സെക്ഷനിലും അവരുപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 4 ടൈപ്സ് ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അതായത് 4 ടൈപ്സ് കമ്പ്യൂട്ടറൈസ്ഡ് യൂസ് ചെയ്യുന്ന 4 ടൈപ്സ് ആണ് നോക്കുന്നത്.
അതില് ഫസ്റ്റ് വൺ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറയാം. EHR എന്താണ്? EHR എന്ന് പറയുന്നത് നിങ്ങളുടെ അറിവില് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെയായിരിക്കും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ പറയുന്നത്? എന്തൊക്കെയായിരിക്കും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ പറയാം? ആലോചിച്ച് നോക്കി. കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഓക്കെ, അത് ഓക്കെയാണ്. എങ്കിലും EHRല് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡില് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് അല്ലെ, പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ്, മെഡിസിൻസിന്റെ റെക്കോർഡ്സുകളൊക്കെ ഡീറ്റെയിൽ ചെയ്യാം. വേറെ എന്തൊക്കെയുണ്ട്? സമ്മറി, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ സമ്മറി. ഓക്കെ, ലബോറട്ടറി റിപ്പോർട്ട്സുകൾ, മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് റിസൾട്ടുകൾ. വേറെ എന്തൊക്കെയാണ്? അത്രയുള്ളോ? പേഷ്യൻസിന്റെ എല്ലാ തരത്തിലുള്ളത് അല്ലെ, ഇപ്പൊ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ടുള്ളതും മറ്റുമുള്ള എല്ലാ ഇൻഫോർമേഷൻസുകളും നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ, പ്രിസ്ക്രിപ്ഷൻസും മറ്റും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനകത്ത് നമ്മൾ ഇലക്ട്രോണിക് റെക്കോർഡിലാണ് ചെയ്യുന്നത്. നോക്കാം, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പറഞ്ഞതിന് ശേഷം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചു പറയുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ അങ്ങനെയാണ്. നിങ്ങളോട് ചോദിച്ചിട്ട് കുറച്ച് വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ബെറ്റർ. നോക്കാം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, എങ്കിലും അണ്ടർലൈൻ ചെയ്തേക്കൂ. EHR or electronic health record is the systemized body of patients and population electronically. മൊഡ്യൂൾ 3 ഓഡിറ്റ് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണോ? എടുത്തിട്ടില്ല. ഓക്കെ, ഓഡിറ്റ് എന്തായാലും ഞാനല്ല എടുക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ കൂടി എടുക്കാറുള്ളൂ. മേ ബി ആയിരിക്കാം കേട്ടോ. ഓക്കെ, ഓഡിറ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണോ? ഓക്കെ, എടുത്തിട്ടില്ല, എടുക്കും കേട്ടോ. ഓക്കെ, നോക്കാം. Electronic health record, that is EHR, is a systemized body of patients and population electronically recorded health information in a digital format. Patients in the health informations digital format നമ്മൾ EHR രേഖപ്പെടുത്തുന്നു. These records can be shared across different healthcare settings. Records are shared through network connected enterprises, wide information system or other information network and exchanges. പേഷ്യൻസിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസുകൾ, പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫോർമേഷൻസുകൾ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് EHR നമ്മൾ രേഖപ്പെടുത്തുന്നത്. ദെൻ നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നത്. അതായത് EHR ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, ഇപ്പൊ ഡോക്ടറിന്റെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ലാബിലോട്ടുള്ള ടെസ്റ്റുകൾ കൃത്യമായിട്ടും അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നിന്നും നമ്മൾ ചെയ്തിട്ടുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ ഡോക്ടറിന്റെ സിസ്റ്റത്തിലോട്ട് സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും. മുമ്പ് അങ്ങനെയാണോ? മുമ്പ് ലബോറട്ടറിയിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്മളുടെ റിസൾട്ട് ആയിട്ടൊക്കെ ഡോക്ടറിന്റെ റൂമിൽ വരും. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഡയറക്ട്ലി എന്താണ്, ഡോക്ടറിന്റെ റൂമിലെ സിസ്റ്റത്തിലോട്ട് നമ്മളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു അല്ലേ? സോ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. EHR may consist of a range of data. Range of data EHR consist ചെയ്യുന്നത്. That includes demographics, medical history. നിങ്ങൾ പറഞ്ഞ പോയിന്റ്സുകളൊക്കെയാണ് നോക്കാം. ഡെമോഗ്രാഫിക്സ്, മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാകും, മെഡിക്കേഷൻസ്, അലർജീസ്, അലർജീസ് ഫുൾ ഡീറ്റെയിൽസ്. immunization status, laboratory test results, radiology images, vital signs, personal statistics such as age, weight and weight informations. ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള അവന്റെ മെഡിക്കൽ പരമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്റ്റാറ്റസ് കണ്ടോ, ഹൈറ്റ്, വെയിറ്റ്, ചിലപ്പോ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അല്ലെ, ബില്ലിംഗ് ഇൻഫോർമേഷൻസ് വരെയുള്ള കാര്യങ്ങള് ഡിജിറ്റൽ ഫോർമാറ്റില് അപ്ലോഡ് ചെയ്തതാണ് EHR എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഫോർമാറ്റില് ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ടുണ്ടെങ്കിലും ട്രീറ്റ്മെന്റ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താണ് ടെസ്റ്റ് റിസൾട്ടുകള്, ലബോറട്ടറി റിസൾട്ടുകള്,
vital images, radiology images, billing informations, then personal ആയിട്ടുള്ള statistics അല്ലെ, അതായത് age, weight, personal informations എല്ലാം നമ്മൾ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് EHR കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് EHR അല്ലെങ്കിൽ EHR-നുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? EHR അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇപ്പോ EHR ഫുൾ ഫോം ഓൾറെഡി അറിയാം. ദെൻ EHR-ൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദെൻ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. For several decades, electronic health records (EHR) have been evaluated as key to enhancing quality care. ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ നൽകുന്നതിന് ഏറ്റവും നല്ലൊരു കീ ആണ് എന്ത്? EHR എന്ന് പറയുന്നത്. കാരണം ഡീറ്റെയിൽസുകളും പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസും ഭദ്രമായിട്ടും സേഫ് ആയിട്ടായിരിക്കും വെക്കുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആർ യൂസ്ഡ് ഫോർ അതർ റീസൺസ് ദാൻ ചാർട്ടിംഗ് ഫോർ പേഷ്യൻസ്. ടുഡേ പ്രൊവൈഡേഴ്സ് ആർ using data from patients' record to enhance quality outcomes by means of their care management programs. EHR combines all patients' demographics into a large pool and use the information to help with the creation of new treatments or innovations in healthcare delivery, which overall improves goals in healthcare. നമുക്കറിയാം EHR എന്ന് പറയുമ്പോൾ പേഷ്യൻസിന്റെ ഡെമോഗ്രഫിക്സ് ആയിട്ടുള്ളതും എല്ലാ വിവരങ്ങളും നമ്മൾ അതിൽ രേഖപ്പെടുത്തുന്നു. അത് സേഫ് ആണെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇനി പുതിയ പുതിയ എന്താണ് ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റ്സുകളും ഇന്നോവേഷൻസും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണത് അല്ലെ. അപ്പോ EHR കുറച്ചും കൂടി നമുക്ക് സേഫ് ആണെന്ന്. Combining multiple types of clinical data from systems, health records has aided clinicians recognize stratifying chronically ill patients. EHR can improve quality care by using data and analytics to avoid hospitalization among high-risk patients. അപ്പോൾ ക്രോണിക്കൽ ആയിട്ട് സ്ഥിരമായിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഈ ഒരുപാട് റെക്കോർഡുകളും പേപ്പറുകളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പോൾ EHR ആകുമ്പോൾ കൃത്യമായിട്ടും ഇപ്പൊ കഴിഞ്ഞ മാസം ഏത് മരുന്നാണ് കൊടുത്തത് അത് ആ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ചാർട്ട് പറിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പേഷ്യൻസിന്റെ ആ പേജ് നമ്പർ നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ EHR ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ കൊടുത്തുള്ള ട്രീറ്റ്മെന്റ്സുകളോ മെഡിസിൻസുകളോ ഒക്കെ ആണെങ്കിൽ എല്ലാം നമുക്ക് അതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതുള്ളൂ, ഒന്ന് വായിച്ചു നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരിക EHR. ഓക്കെ, അപ്പൊ മറക്കണ്ട ചാപ്റ്ററിന്റെ ടൈപ്സ് ഓഫ് ക്ലിനിക്കിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു സെക്ഷനിൽ മിസ്സിന്റെ പേര് എഴുതി വെച്ചോളൂ. രണ്ട് മിസ്സുമാർ ഇതിലോട്ട് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ടൈപ്സ് ഓഫ് ക്ലിനിക്കില് തുടങ്ങണമെങ്കിൽ അവിടെ എന്റെ പേര് നിങ്ങളോട്ട് എഴുതി വെച്ചോളൂ. ഓക്കെ, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓടിച്ച് മിസ്സല്ല എടുക്കുന്നത്, ആദ്യം മിസ്സായിരിക്കാം എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.